മെയ് 2-ന് വിഴിഞ്ഞം തുറമുഖം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. മെയ് 2-നാണ് ഉദ്ഘാടനം. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ കൂടി ചേർന്നാണ് ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഏതായാലും ഉദ്ഘാടനത്തിന് മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി വിഴിഞ്ഞം തുറമുഖം കാണാൻ ഇന്നലെ എത്തി. ഞാൻ ആ ഒരു വീഡിയോ കണ്ടതുകൊണ്ടാണ് ഈ ഒരു ചർച്ചയിലേക്ക് പോകുന്നത്. ഒരു വീഡിയോ, തുറമുഖം മെയ് 2-നാണ് ഉദ്ഘാടനം. പക്ഷേ ജസ്റ്റ് തുറമുഖം കാണാൻ വന്ന മുഖ്യമന്ത്രിയുടെ പരിവാരങ്ങളെയൊക്കെ കണ്ട് ഞാനും അമ്പരന്നു. ഞാൻ വിചാരിച്ചു ഇനി ഉദ്ഘാടനം വല്ലതും ആണോ. അദ്ദേഹത്തിന് മുന്നേ സ്വാഭാവികമായിട്ടും കാണുന്ന കുറേ എസ്കോർട്ടുകളാണ്. പക്ഷെ അതിലും കൂടുതലായിട്ട് എനിക്ക് തോന്നി. സാധാരണ കുറച്ച് എസ്കോർട്ടുകളൊക്കെ നമുക്ക് അറിയാം. തിരുവനന്തപുരത്തൂടെ ഞാനും പോകുന്നതുകൊണ്ട് ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ഞാനും ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ വിഴിഞ്ഞം തുറമുഖം കാണാൻ വേണ്ടി വന്നപ്പോഴത്തേന് കുറച്ചധികമായിരുന്നു എനിക്കൊരു. ആ ഇറങ്ങി വരുന്ന ആ രാജാവിനെ പോലെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ആ ഒരു സ്ലോ മോഷൻ, ആ വീഡിയോ നല്ല അടിപൊളിയായിട്ടാണ് ചിത്രീകരിച്ചത്. സ്ലോ മോഷനൊക്കെ കണ്ടപ്പോൾ പണ്ടത്തെ രാജാക്കന്മാർ പോലും കുതിരപ്പുറത്തുനിന്ന് ഇത്രയും പടയാളികളും ഒക്കെ ആയിട്ട് ഇറങ്ങി വരുന്ന ഒരു രംഗമൊന്നും ഞാൻ കണ്ടിട്ടില്ല ഈ സിനിമയിലൊക്കെ. ഞാൻ രാജാവിനെയൊന്നും കണ്ടിട്ടില്ല, എന്നാലും സിനിമയിലൂടെയൊക്കെ നമ്മളതൊന്ന് ചിന്തിക്കുകയും ചിത്രീകരിക്കുകയൊക്കെ ചെയ്യുന്ന നിമിഷങ്ങളുണ്ടല്ലോ. പക്ഷെ ഇത് അതിലും ഗംഭീരമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൗഢിയോടുള്ള ഒരു വരവ്. ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ആർക്കെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ എടുത്ത് കാണുക. ഞാനും ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് കണ്ടത്. മുന്നേ ഒരു 10-20 എസ്കോർട്ട്, ബാക്കിൽ അതുപോലെ തന്നെ. ഇത്രയും ഒരു തുറമുഖം കാണാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇദ്ദേഹം ഇത്രയും ഇതുമായിട്ട് വരുന്നത്? അവിടെ പോകുമ്പോൾ ഇദ്ദേഹത്തിന് വെടിവെക്കാൻ എന്നൊക്കെ ആ തുറമുഖത്ത് ആരാണോ എന്തോ. ഇനിയിപ്പോൾ പഹൽഗാം ഭീകരാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പേടിയാണോ എന്താണെന്നുള്ള അറിയില്ല. എന്തായാലും അദ്ദേഹത്തിന് ആരും വെടിവെക്കാനൊന്നും പോകുന്നില്ല, ബോംബിടാനും പോകുന്നില്ല. കാരണം അത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഇനിയിപ്പോൾ തുറമുഖത്തിൻ്റെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി വരുന്നത്, അദ്ദേഹത്തിന് പോലും ഒരുപക്ഷെ ഇത്രയൊന്നും എസ്കോർട്ട് ഇവിടുത്തെ സർക്കാർ കൊടുക്കാൻ സാധ്യതയില്ല. അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. മോദിക്ക് ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മാത്രമല്ല ഈ ഒരു പരിവാരങ്ങളൊക്കെ ആയിട്ട് അവിടെ പ്രത്യേകിച്ച് ജനങ്ങളോ മറ്റൊന്നുമില്ല. അതെന്ത് തന്നെ ആയിക്കോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. ഇതൊക്കെ വരുന്നൊരു ചിലപ്പോൾ ഇവരുടെ ഷൂട്ടൊക്കെ ചെയ്ത് ഇതിന് മുന്നോടിയായിട്ടുള്ള പ്രൊമോഷൻ വീഡിയോയ്ക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പേരെ ഈ അഭിനയിക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ ഈ കാറിലിങ്ങനെ വന്നിറങ്ങുന്ന രംഗങ്ങളൊക്കെ അവസാനം ഇവർക്ക് ഇതെല്ലാം കൂടെ എടുത്ത് ചിത്രീകരിച്ച് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പോസ്റ്റും കൂടെ ഒക്കെ വെച്ച് ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ വരുന്നില്ലേ, കാണിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചിത്രീകരണമായിട്ടേ എനിക്ക് തോന്നിയുള്ളൂ. ആ സ്ലോ മോഷൻ ഇറക്കവും കാര്യങ്ങളൊക്കെ. എന്തായാലും അത് നല്ല അടിപൊളി കിട്ടും, നല്ല സൂപ്പറായിരുന്നു. ഏതായാലും ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം LDF സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. UDF സർക്കാർ ആവശ്യം ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുകയാണ്. സ്വാഭാവികം, കേരളത്തിൻ്റെ ഒരു പൊതുവെയുള്ള ഒരു കാര്യം തന്നെയാണത്. എന്ത് തന്നെയാലും ഇരു സർക്കാരുകളും കൂടെ ചേർന്ന് തന്നെ ഈ ഒരു തുറമുഖം ഒരു സാക്ഷാത്കരിക്കുകയാണ്. കാരണം നമ്മുടെ ഒരു കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു തുറമുഖം തന്നെയാണ്. മാത്രമല്ല ഒരു മാസം തന്നെ കോടിക്കണക്കിന് രൂപ നമുക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള തുറമുഖം തന്നെയാണ്. മാത്രമല്ല നിരവധി പേർക്ക് തൊഴിലവസരങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒരു പക്ഷേ രാജ്യത്തിന് പുറത്ത് തന്നെ ഒരു ചർച്ചയാവുന്ന അല്ലെങ്കിൽ ഉറ്റുനോക്കുന്ന ഒരു തുറമുഖം തന്നെയായിരിക്കും വിഴിഞ്ഞം തുറമുഖം. പക്ഷേ ഇതിനോടൊപ്പം തന്നെ നമുക്ക് തന്നെ അറിയാം, ഇതിന് ചുറ്റും ഇതിൻ്റെ പരിസരവാസികളായിട്ടുള്ള പ്രദേശവാസികളായിട്ടുള്ള തീരദേശ തൊഴിലാളികളും ഈ മത്സ്യ തൊഴിലാളികളും കുറേ പേര് ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അരക്ഷിതാവസ്ഥ തന്നെയാണ്. തിരമാല ആക്രമണവും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നിരവധി ഭവനങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. അവരുടെ പുനരധിവാസം ഒന്നും ഇതുവരെ നിലവിൽ ഒന്നും സാധ്യമായിട്ടില്ല. പലതും പുനരധിവാസത്തിൽ ഇടയ്ക്കൊരു ഫ്ലാറ്റൊക്കെ കെട്ടിപ്പൊക്കിയത് പോലും അത് അറിയാലോ, സർക്കാരിൻ്റെ കോൺട്രാക്റ്റിലൊക്കെ പോകുന്നതൊക്കെ 4-5 കൊല്ലം കഴിയുമ്പോൾ താഴോട്ട് വീഴും. അപ്പോൾ അത്തരത്തിൽ അവിടുന്ന് പല ആൾക്കാരും അവിടുന്ന് വെക്കേറ്റ് ചെയ്യുകയും ആ ഫ്ലാറ്റുകൾ സമുച്ചയങ്ങളൊക്കെ അങ്ങനെ കിടക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് ഞാൻ 1-2 വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്ത് തന്നെയായാലും അവരുടെ ഒരു അരക്ഷിതാവസ്ഥയിൽ ഇതുവരെ അതിനൊരു പൂർണ്ണമായിട്ടുള്ള ഒരു തൃപ്തിയൊന്നും സർക്കാർ കാണിച്ചിട്ടില്ല. ഇതിപ്പോൾ സർക്കാർ പണിഞ്ഞു, വിഴിഞ്ഞം തുറമുഖം സർക്കാർ പണിഞ്ഞു എന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം LDF സർക്കാർ പറയുന്ന 1996-ൽ അധികാരത്തിൽ വന്ന EK നായനാർ ഗവൺമെൻറ്റാണ് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമിതി രൂപീകരിക്കുകയും ആ ഒരു ആശയം രൂപീകരിക്കുകയൊക്കെ ചെയ്ത്. ആന്റണി സർക്കാരിൻ്റെ കാലത്തും ഇതുമായി ബന്ധപ്പെട്ട് പല ശ്രമങ്ങളൊക്കെ നടന്നു. അതൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. എന്തായാലും ആന്റണി സർക്കാരിൻ്റെ കാലത്ത് ഈ ഒരു വിഴിഞ്ഞം തുറമുഖവുമായിട്ടുള്ള ഈ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. 2006-ൽ അധികാരത്തിൽ വന്ന VS അച്യുതാനന്ദൻ സർക്കാരിന് തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന വിജയകുമാറും ചേർന്ന് തുറമുഖം യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കം നടത്തി. പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകാതെ വന്നതോടെ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയില്ല. പഠനം നടത്താനായി സമിതിക്ക് രൂപം
തുറമുഖം നൽകി. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതിക്ക് കേന്ദ്ര അനുമതി നൽകുകയും ചെയ്തു. പക്ഷേ ഇതിനിടയിൽ പറയാതെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ട്. അത് UDF സർക്കാരിൻ്റെ പല പോസ്റ്റുകളും എടുത്ത് വെച്ച് കാണാം. പലപ്പോഴും അഴിമതിയും കാര്യങ്ങളും പല ടെൻഡറുകൾ പലർക്കായിട്ട് കൊടുത്തതും ഒക്കെ അത് നിഷ്ഫലമാകുകയാണ് ചെയ്തത്. അത് ആ പദ്ധതി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന സന്ദർഭത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഏറ്റെടുത്തിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരാണ് അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിക്കുകയും ഇന്നത്തെ ഈ വിഴിഞ്ഞമായിട്ട് മുന്നോട്ട് വരികയും വിഴിഞ്ഞം എന്ന തുറമുഖം നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷെ അത് LDF സർക്കാർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ ഇരുന്ന സമയത്ത് ഈ ഒരു വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം കുറേ പരിശ്രമങ്ങൾ നടത്തി അത് അദാനി ഗ്രൂപ്പിനെ എടുപ്പിക്കുകയും അന്ന് ഇതേ സർക്കാർ കൊടി പിടിച്ച് പറഞ്ഞിരുന്നു കേരളത്തെ വിൽക്കുന്നു എന്നുള്ള തരത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഒരുപാട് കൊടികളൊക്കെ ഇവർ ഉയർത്തുന്നത്. അതേ കൊടികൾ ഉയർത്തുന്ന അതേ സർക്കാർ തന്നെയാണ് ഇന്ന് അദാനിയുടെ പേരിൽ അദാനി നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അദാനിയുടെ ഭാഗമായിട്ടുള്ള ഈ ഒരു വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നിരുന്നത്. നമുക്ക് തന്നെ അറിയാം, ദേശാഭിമാനമുള്ള പത്രങ്ങളിൽ കടൽ കൊള്ള എന്നൊക്കെ തരത്തിലുള്ള തലക്കെട്ടോടു കൂടിയാണ് അന്ന് ഈ ഒരു സംഭവത്തെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നത്. അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇന്ന് നടന്നില്ലെങ്കിൽ ഒരിക്കലും ഇത് നടക്കില്ല, ഈ പദ്ധതി നടക്കില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞിരുന്നു. അപ്പം അദ്ദേഹം ഒരുപക്ഷെ മലയാളികൾ ജനങ്ങളുടെ വരെ രോക്ഷങ്ങൾ, കാരണം നമുക്കറിയാം LDF സർക്കാർ ഉയർത്തിയിരുന്ന അദ്ദേഹത്തിനെതിരെ ഉയർത്തിയിരുന്ന പല അമ്പുകളും കൊള്ളേണ്ടിടത്ത് തന്നെ കൊള്ളുകയും അത് ജനങ്ങൾ തന്നെ അദ്ദേഹത്തിനെതിരെ തിരിയുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ എല്ലാം അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇതെല്ലാം ഒന്നുമല്ലാതെ എന്നുള്ളതാക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു ദൈവതുല്യമായിട്ട് ഇന്ന് ജനങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തു തന്നെയായാലും അന്ന് അമ്പുകൾ പലപ്പോഴും ജനങ്ങളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുകയും ജനങ്ങൾ പോലും ഇതിനെതിരെ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ നിലകൊള്ളുകയും ചെയ്തിരുന്നു. പക്ഷെ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് അന്ന് ഉമ്മൻചാണ്ടി ഈ ഒരു പദ്ധതിയുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അന്ന് ആ ഒരു മുന്നോട്ട് പോയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ ഒരു വിഴിഞ്ഞം തുറമുഖം നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു പക്ഷേ ഇത് LDF സർക്കാർ പറഞ്ഞതുപോലെ ഈ ടെൻഡർ മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ ഒരുപക്ഷെ സർക്കാർ ചെയ്യുകയോ ചെയ്തിരുന്നെങ്കിൽ, എനിക്ക് പെട്ടെന്ന് അത് പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ പോകുന്ന ഒരു സീവേജ് പദ്ധതിയാണ്. 10 വർഷമായി. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ മേഖലകളിലെല്ലാം പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പൈപ്പ് ലൈനുകൾ മാത്രമാണ് ഇട്ടിരിക്കുന്നത്. പുതിയതായിട്ട് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് ചൂഴ്ന്നു നോക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇട്ടിട്ടുള്ള എല്ലാ തകരാറുകൾ സംഭവിച്ചിരിക്കുകയാണ്. എൻ്റെ ഒരു ഇത് ഞാൻ പറയും, വേറെ നിസ്സാരമായിട്ടുള്ള ഒരു സീവേജ് പദ്ധതി, ഒരു സീവേജ് ലൈൻ ഇടാൻ പോലും 1 കിലോമീറ്റർ ഇടാൻ പോലും 10 വർഷമായിട്ട് സാധിക്കാൻ പറ്റാത്ത സർക്കാരിലെ ഉദ്യോഗസ്ഥരാണ്, ഒരു ബുദ്ധിയില്ലാത്ത ഉദ്യോഗസ്ഥരാണ് ഇനി വിഴിഞ്ഞം പദ്ധതി വിഴിഞ്ഞം തുറമുഖം നിർമ്മിക്കാൻ പോകുന്നത്. അവരുടെയെങ്ങാണ് കരങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ തുറമുഖത്തിന് പകരം ഇപ്പോൾ വേറെ വല്ലതൊക്കെ വന്നേനെ എന്ന് എനിക്ക് അതിശയോക്തിയായിരുന്നു തോന്നിയത്. ഒരു പക്ഷേ അദാനിയെ പോലുള്ള പ്രൈവറ്റ് ഏജൻസികളെ ഏൽപ്പിച്ചത് തന്നെ നന്നായി എന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ സീവേജ് പദ്ധതിയുടെ കാര്യം പറഞ്ഞു, കോടിക്കണക്കിന് രൂപയാണ് അവർ ചെലവഴിച്ചത്. പക്ഷേ ഒരു പൈപ്പിടും, അത് കുഴിക്കും, അവിടെ മണ്ണിട്ട് മൂടും, അടുത്ത ഇത് കാരണം അറിയില്ല, ഒരു ലഗാനും ഇല്ലാതാണ് ഓരോന്ന് പദ്ധതിക്ക് ഇറങ്ങുന്നത്. നല്ലൊരു എഞ്ചിനീയർ വേണ്ട, അല്ലെങ്കിൽ നല്ലൊരു ഇത് വേണ്ട. ഇതിനിടയ്ക്ക് അടിച്ചു മാറ്റാൻ കുറേ ആൾക്കാർ, കുറച്ച് ഇത് കൊട്ടേഷൻ എടുത്ത ആൾക്കാർ പോലും പകുതി അവിടെ കളഞ്ഞിട്ടാണ് പോകുന്നത്. കാരണം അവർക്കും ഇതിന് മുതൽ മുടക്കിന് പോലും അവർക്ക് തിരിച്ചൊന്നും ഏണിങ്സില്ല. അപ്പോൾ അവരെന്ത് ഈ പകുതി ഉപേക്ഷിച്ചിട്ട് പോകും. അങ്ങനെ എന്തായാലും 10 വർഷമായിട്ട് ഞാൻ എൻ്റെ മുന്നിൽ കാണുന്ന കാര്യങ്ങളും പല പദ്ധതികളും ഇത്തരത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഇവരുടെ സർക്കാരിൻ്റെ പല ഈ കിഫ്ബി പോലുള്ള പല സ്ഥാപനങ്ങളുടെയും നിർമ്മാണവുമായൊക്കെ ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമ്മളുടെ മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പം ഇത്തരത്തിൽ സർക്കാരിനെ ഏൽപ്പിക്കാൻ നന്നായി. ഒരു കണക്കിന് അന്ന് ഉമ്മൻചാണ്ടി ചെയ്തത് ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഇന്ന് തുറമുഖം എന്ന സ്വപ്നം നമ്മൾ കാണാനിടയായി. മെയ് 2-ന് അത് ജനങ്ങൾക്കൊക്കെ കാണാൻ സാധിക്കും. നമ്മുടെ കേരളത്തിൻ്റെ ഒരു അഭിമാന നിമിഷം തന്നെയാണ്. ഒപ്പം അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഈ ഒരു തുറമുഖവുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെക്കുന്ന സമയത്തെല്ലാം അവിടുത്തെ തീരദേശ പ്രദേശവാസികൾക്കെല്ലാം വേണ്ടുന്ന അവരുടെ ഉന്നമനത്തിന്, അവരുടെ ഈ പറഞ്ഞുള്ള പുനരധിവാസമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവരുടെ ഇപ്പം തിരമാലയൊക്കെ അടിച്ച് നിരവധി വീടുകളൊക്കെ ഒരു പൂർണ്ണമായും നശിച്ചു. അപ്പോൾ അതിനൊക്കെ തടങ്കൽ ഇടത്തക്ക രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഉമ്മൻചാണ്ടി ചെയ്ത് വെച്ചിട്ടാണ് അന്ന് ഇത്തരത്തിലുള്ള കരാറിലേക്ക് പോയത്. പക്ഷേ ഇന്ന് നമ്മുടെ കേരള സർക്കാരാണ് ചെയ്യേണ്ടുന്നത്. പക്ഷെ അതൊന്നും
വിഫലമായി പോവുകയാണ്. അതിൻ്റെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് വരികയും തീരദേശവാസികളുടെ ഇടയിൽ നിന്ന് വരികയും വലിയ പ്രതിഷേധങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്തു. അതിൻ്റെ ഉത്തരവാദിത്തം പോലും ഏറ്റെടുക്കുന്നില്ല. പക്ഷേ ഒരാൾ ചെയ്ത ഒരു തുറമുഖം ഉണ്ടാക്കി കൊടുത്തു, പക്ഷെ ഉദ്ഘാടനം ചെയ്യാനും ഈ പറഞ്ഞതുപോലെ അതിൻ്റെ മേൽക്കോയ്മ ഏറ്റെടുക്കാനും സാധിക്കുന്നു. പക്ഷേ ഇപ്പോഴും അതിൽ അനുഭവിക്കുന്ന കുറേ നിവാസികളുണ്ട് അവരുടെ കാര്യത്തിൽ ഇതുവരെ സർക്കാർ തീരുമാനം എടുത്തിട്ടില്ല. തുറമുഖം ഓക്കെയാണ്, പക്ഷേ പട്ടിണിയിലായ കുറേ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ കാര്യത്തിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഇനി എടുക്കുമോ എന്നുള്ളതും നമുക്കറിയില്ല. ഏതായാലും പ്രധാനമന്ത്രിയും സാധാരണ നമുക്കറിയാം AKG സെൻറ്ററിൻ്റെയൊക്കെ ഉദ്ഘാടന സമയത്ത് ഞാൻ കണ്ട ഒരേ ഒരു ഫോട്ടോ പിണറായി വിജയൻ്റെയാണ്. എന്തായാലും ഭാഗ്യത്തിന് ഈ ഒരു തുറമുഖവുമായിട്ട് ഉദ്ഘാടനത്തിന് ബന്ധപ്പെട്ട ഒരു ഇത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ, ഒരു ബ്രൗഷർ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അതിൽ എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോയുണ്ട്. എന്ത് തന്നെയായാലും മെയ് 2-ന് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ തക്ക വിധത്തിലുള്ള നല്ലൊരു സൗഭാഗ്യ നിമിഷം തന്നെയാണ്.